മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം, നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് എക്സാം വിളിച്ചിരിക്കുകയാണ് അല്ലേ. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കാണും, കൃത്യമായി പഠിച്ചു തുടങ്ങി കാണും. കൃത്യമായി പഠിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഈ KFC അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം. ഇത് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ കുറച്ച് സിലബസേ ഉള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിരിക്കണം. നല്ലൊരു വിദഗ്ധ അധ്യാപകരുടെയൊക്കെ പിന്തുണയോടുകൂടിയൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ ഒരു KFC അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ ലിസ്റ്റ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തിരിക്കും? ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങിയവർ ഉറപ്പായും ഈ വീഡിയോ കാണുക. ഒരു പർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള MCQs നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ക്ലാസ് മുഴുവനായിട്ടും കാണുക, കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവസാനം നമ്മൾ തരുന്ന ആ MCQs എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാനായിട്ടും ഒരുങ്ങുക. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണണം കേട്ടോ മക്കളെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് എക്സാമിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളുണ്ട് അല്ലേ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആ ഒരു മൊഡ്യൂളിൻ്റെ അകത്തെ കുറച്ചധികം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? Financial management is a managerial activity which is concerned with the planning and controlling of the firm's financial resources. ഒരു ഫേമിൻ്റെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഫേം ആയിക്കോട്ടെ, ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സുകൾ, സാമ്പത്തികപരമായ റിസോഴ്സുകൾ എന്ത് ചെയ്യാനാണ്? പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാനുമൊക്കെയുള്ള മാനേജീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചാണ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നിട്ട് പറഞ്ഞിട്ട് തരികയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ മാനേജീരിയൽ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫേംസ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ എന്താണ് എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത്, ഫിനാൻഷ്യൽ റിസോഴ്സുകളെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന മാനേജീരിയൽ ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ efficient use of an economic resources, namely capital goods. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിൾസ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ചുരുക്കം ചില എക്സാമുകൾക്കകത്ത് കയറി വരാറുണ്ട്, PSC എക്സാമുകൾക്കകത്ത് കയറി വരാറുണ്ട്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നിട്ട് അത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഡെഫിനിഷൻ ഏതാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു കാര്യത്തെ പറ്റി ഒരുപാട് പേര് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതൊക്കെ പറയുന്ന റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ കറക്റ്റായിട്ട് അത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഒരു മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് അവരെ റാങ്കിൽ ഒരുപാട് മുന്നിലേട്ടൊക്കെ എത്തിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സിലബസിൻ്റെ അകത്തെ മെയിൻ ഹെഡിങ്ങുകൾ നോക്കുക. ഇപ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെയിൻ ഹെഡിങ്ങുകളുടെ എല്ലാം 1, 2, 3 ആൾക്കാരുടെ ഡെഫിനിഷൻസ് ഒരു കീ പോയിന്റ് വെച്ചൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അതെങ്ങാനും ഭാഗ്യത്തിന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതെന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ആരാണ്? ജെ ജോൺ പ്രിങ്കിൾസ് അല്ലേ. സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിൾസ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് ആൻ എന്താണ്? എഫിഷ്യന്റ് യൂസ് ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സുകളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്? വേസ്റ്റേജസ് ഒക്കെ കുറച്ച് നമ്മളുടെ ആ എക്കണോമിക് റിസോഴ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? സോളമൻ എസ്രയും അതുപോലെ തന്നെ എന്താണ് ജെ ജോൺ പ്രിങ്കിൾസും അഭിപ്രായപ്പെട്ടത്. അത് ഓർത്ത് വെക്കുക കേട്ടോ.
ഇനി നമുക്ക് നോക്കാം വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുമ്പോഴെല്ലാം പഠിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്സ് പറയുന്നത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉദ്ദേശം എന്ന് പറയുന്ന വെൽത്ത് മാക്സിമൈസേഷൻ. ആരുടെ വെൽത്ത്? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നത്? ഫേമിന്റെ ഓവറോൾ ആയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ട്. ഫേമിന്റെ ഓവറോൾ ആയിട്ടുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നത്? ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഷെയറുകളുടെ EPS ഏർണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിലൂടെ അതായത് മാർക്കറ്റ് വാല്യൂ ഒക്കെ, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ കൂടും. അതിലൂടെ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് കിട്ടും. ഇതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. അത് നമുക്കൊരു വലിയ കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ഏർലിയർ ഒബ്ജക്റ്റീവ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് നൗ റീപ്ലേസ് ദ വെൽത്ത് മാക്സിമൈസേഷൻ. ഏർലിയറിലല്ലേ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയാം, അല്ലെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിന്റെ? ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്നാൽ അതൊക്കെ റീപ്ലേസ് ചെയ്ത് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫേമിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേമിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്? എങ്ങനെയാണ്? മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദി ഫേം. ഫേമിന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? മാക്സിമൈസ് ചെയ്യുകയാണ്. ഏതിലൂടെ ചെയ്യുന്നത്? ഈ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിലൂടെ, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിലൂടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് പറഞ്ഞത്? ടു റിഫ്ലക്ട് EPS ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ്സ് ഷെയർ. നമ്മൾ പറഞ്ഞു ഒരു ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോൾ അവിടെ EPS ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൽ നിന്നുമുള്ള ഏർണിംഗ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, മാക്സിമത്തിലെത്തും. റിഫ്ലക്ട്സ് ഇൻ EPS ഏർണിംഗ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ്സ് ഷെയർ, അല്ലെ ആ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം കേട്ടോ. എന്താണ് മക്കളെ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഫേമിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ത് ചെയ്യാണ്? മാക്സിമൈസ് ചെയ്യാണ്. ത്രൂ ഏത് വഴിയാണ് മാക്സിമൈസ് ചെയ്യുന്നത്? ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്തുകൊണ്ട്. ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോൾ അത് എന്തിൽ റിഫ്ലക്ട് ചെയ്യും? EPSലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ്സ് ഷെയറിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. മക്കളെ കൃത്യമായി ഓർത്ത് വെക്കണം. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? 3 ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. 3 ഡിസിഷനുകളാണ്. മക്കളെ ഓർത്ത് വെക്കണം. സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഇത് 3 ഡിസിഷനുകളുമായി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷനുകളാണ് ഏതെന്ന് പറയുന്നത്? ഈ സ്കോപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 മേജർ ഡിസിഷൻസ്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. കൃത്യമായി ഓർത്ത് വെച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഫിനാൻസിംഗ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനുമാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പ്രധാനപ്പെട്ട ഡിസിഷനുകൾ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. മറന്നു പോകരുത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായി പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ബോത്ത് ദേ ആർ എന്താണ് റിലേറ്റിംഗ് ടു, ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ളത്. അടുത്തതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ.
ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് നെക്സ്റ്റ് വൺ ലിവറേജസ്. ഇത് മൂന്നും ഏതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ഫിനാൻസിങ് ഡിസിഷനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അടുത്തതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിവിഡൻഡ് പോളിസിയും റീറ്റെയിൻഡ് ഏർണിംഗ്സും. മക്കളെ, ഈ ഒരു ഗ്രാഫിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി പഠിക്കുക. ആ എല്ലാ കാര്യങ്ങൾക്കകത്ത് MCQസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള മൊഡ്യൂളിലെ ഒരു 60% കഴിഞ്ഞു. ഏകദേശം ഒരു 60% കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നുള്ളത്. The investment decision is concerned with the selection of assets in which the funds can be invested by a firm. നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫേം റൺ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഫേമിനകത്തുള്ള ഫണ്ട്, ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ആസ്തിയിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് എക്കണോമിക് റിസോഴ്സിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ആ ഫേം ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് ഏതെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ആ ഫേം ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അസറ്റുകൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. കറണ്ട് അസറ്റുമുണ്ട്, ഫിക്സഡ് അസറ്റുമുണ്ട്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ള, അല്ലെ, ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന അസറ്റുകളാണ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കുള്ള അസറ്റുകളാണ്. ഫിക്സഡ് അസറ്റ് ഒരു ലോങ് ലൈഫുള്ള അസറ്റുകളാണ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് ഏതെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞത്? ഇത് ദ അസറ്റ് ഓഫ് ദി business firms include long term asset. Long term asset എന്ന് പറയുന്ന പേരെന്നാ ഫിക്സഡ് അസറ്റ്, ആൻഡ് ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയുന്ന പേരെന്നാ കറണ്ട് അസറ്റ്സ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. മക്കളെ, കൃത്യമായി മനസ്സിലാക്കിക്കോണം. ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് capital budgeting, and the short term investment decision is defined as working capital management. Short term investment decision എന്താണ് പറയുന്നത്? working capital management. കൃത്യമായി മനസ്സിലാക്കി പോകണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ പറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ അസറ്റ്, അല്ല, ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുള്ള അസറ്റുകളുണ്ട്. ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് പറയുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് പറയുന്ന പേര് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റുമാണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിങ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ക്യാപിറ്റൽ മിക്സ്, ഫിനാൻസിങ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ് അവർ കൺസേൺ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മക്കളെ? ക്യാപിറ്റൽ മിക്സ്, ഫിനാൻസിങ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. ആ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻസിങ് മിക്സ്, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ മിക്സ്. ഇത് 3നെയാണ് ഏതിൽ കൺസിഡർ ചെയ്യുന്നത്? ഫിനാൻസിങ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ, നമുക്ക് അറിയത്തില്ല എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫേമിൽ 2 തരത്തിലല്ല, ഇക്വിറ്റി ഉണ്ടായിരിക്കും, ഡെപ്റ്റും ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രപ്പോർഷൻ എത്ര വേണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫേം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതായത് എത്ര പ്രപ്പോർഷണൽ ഡെപ്റ്റ് വേണം, എത്ര പ്രപ്പോർഷണൽ ഇക്വിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നതിന് ആ ഒരു പ്രപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്?
എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും എത്രത്തോളം വേണമെന്ന് അറിയത്തില്ലേ? ഒരു ഫേമിന്റെ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഫിനാൻസിംഗ് ഡിസിഷൻ ഓഫ് ദ ഫേം റിലേറ്റിംഗ് ടു ഫിനാൻസിംഗ് ഡിസിഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിനാൻസിംഗ് മിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ this must be decided takes into accounts of the cost of capital, risk and return of the shareholders. Cost of capital, risk, return of the shareholders ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫിനാൻസിംഗ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ ഓർത്ത് വെക്കണം, രണ്ടാമത്തെ സ്കോപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന ഇത് ക്യാപിറ്റൽ മിക്സും ഫിനാൻസിങ് മിക്സും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേമുമായിട്ടൊക്കെ അതിനെയൊക്കെ കൺസേൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൽ എത്രത്തോളം ഡെപ്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഇക്വിറ്റി വേണം എന്നതിൻ്റെ ആ ഒരു പ്രപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫിനാൻസിങ് ഡിസിഷൻ മെയിനായിട്ടും ഫിനാൻസിങ് മിക്സുമായി റിലേറ്റ് ചെയ്ത് നിൽക്കും. ഫിനാൻസിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രത്തോളമാണ് ആ ഒരു ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ് അത് ഫിനാൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് ആ ഒരു ഫിനാൻസിംഗ് മിക്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തതാണ് ഓക്കെ ഫിനാൻസിംഗ് ഡിസിഷൻ. മക്കളെ ഒരു ഡിസിഷനും കൂടി ഉണ്ട്, മൂന്നാമത്തെ ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഫേമിന് എത്രത്തോളം ആ ഒരു ഫേം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഫേമിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ഫേമിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആ പ്രോഫിറ്റിൽ നിന്ന് എത്രത്തോളം അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കും എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്താണ്, അതായത് ഭാവിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഡിവിഡൻഡ് ആയിട്ട് മാറ്റി എത്രത്തോളം വെക്കും, എത്രത്തോളം ആ ഒരു ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് ഭാവിയിൽ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് റീറ്റെയിൻ ചെയ്ത് എത്രത്തോളം വെക്കും, എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് ആ ഒരു റേഷ്യോ ഒക്കെ തീരുമാനിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസിഷനാണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്ത് വെക്കാം, 3 ഡിസിഷനുകളാണ് നമ്മൾ പറഞ്ഞത്: ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, അതായത് ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫേമിന് പ്രോഫിറ്റ് അവൈലബിൾ ആവുമല്ലോ. ഒരു ഫേം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രോഫിറ്റ് അവൈലബിൾ ആവും. ഈ പ്രോഫിറ്റ് എത്ര ശതമാനം റീറ്റെയിൻ ചെയ്ത് വെക്കും, ഭാവിയിലെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മാറ്റി വെക്കും, എത്ര ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഡിസിഷനുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അടുത്തതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേമിന് ഒരുപാട് സോഴ്സിൽ നിന്ന് ഫിനാൻസ് കിട്ടാറുണ്ട് അല്ലെ, ഫണ്ട് അവൈലബിൾ ആണ്. ഈ ഫണ്ട് എല്ലാം എവിടുന്ന് കിട്ടും, ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് ഒരു ഫേമിന് അവൈലബിൾ ആകുന്നത് എന്നുള്ളതാണ് ഏത് സെക്ഷനിൽ പറയുന്നത്, ഈ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. ദ സോഴ്സ് ഓഫ് ഫിനാൻസ് ആർ ദ ഡെപ്റ്റ്, ഇക്വിറ്റി, ഡിബഞ്ചേഴ്സ്, റീറ്റെയിൻ ഏർണിംഗ്സ്, ലോങ് ടേം ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, യൂറോ ഇഷ്യൂസ് ആൻഡ് വെഞ്ചർ ഫണ്ടിങ് അല്ലെ. അതായത് ഒരുപാട് സോഴ്സുകളുണ്ട്. ഡെപ്റ്റിൽ നിന്നും, ഇക്വിറ്റിയിൽ നിന്നും, അതുപോലെ തന്നെ ഡിബഞ്ചറിൽ നിന്നും, റീറ്റെയിൻ ഏർണിംഗ്സിൽ നിന്നും, ടേം ലോണിൽ നിന്നും, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസിൽ നിന്നും, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സിൽ നിന്നും ഒക്കെ നമുക്ക് ഫണ്ട്സ് അവൈലബിൾ ആകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ, നമുക്ക് അവൈലബിൾ ആകുന്ന ഫണ്ട് അവൈലബിൾ ആകുന്ന സോഴ്സസ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഏതാണെന്ന്. ഇത് നമ്മൾ പറഞ്ഞ ഏതാണ്, ആ ഡിവിഡൻഡ് ഡിസിഷൻ പറഞ്ഞു. ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? ദ ഡിവിഡൻഡ് പോളിസീസ് ആർ ദ കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഫേംസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ആ ഒരു ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കും എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഷുഡ് ബി പെയ്ഡ് ആസ് ഡിവിഡൻഡ്, എത്രത്തോളം പോർഷനാണ് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഏതാണ്, ഇതൊക്കെ തീരുമാനിക്കുന്ന ഏത് വഴിയാണ്? ഈ ഡിവിഡൻഡ് ഡിസിഷൻ വഴിയാണ്. ദ ഡിസിഷൻ വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവൈലബിൾ, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മുന്നിലോട്ടുള്ള ഫേമിന്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്.
ഇനി നമ്മൾ പറഞ്ഞ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു. സോഴ്സ് ഓഫ് ഫിനാൻസിൽ എന്താണ് പ്രധാനമായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തും ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിനെ ബേസ് ചെയ്തും ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് ജനറേഷനെ ബേസ് ചെയ്തും ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് സോഴ്സ് ഓഫ് ഫിനാൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് ഓൺ ദ ബേസ് ഓഫ് ടൈമിനെ ബേസ് ചെയ്ത് ലോങ് ടൈം എന്നും മീഡിയം ടൈം എന്നും ഷോർട്ട് ടൈം എന്നും തിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓൺഡ് എന്നും ബോറോവിഡ് എന്നും തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് സോഴ്സ് ഓഫ് ഫിനാൻസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ചാർട്ട് കൃത്യമായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ചില സോഴ്സുകൾ ഒന്ന് പഠിച്ചു വെക്കാം. ആദ്യത്താണ് ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഓർത്ത് വെച്ചോണം, ഒരു വർഷത്തിൽ കൂടുതൽ. ഓർത്ത് വെച്ചോണേ, ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഓർഗനൈസേഷനുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ജനറലി ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും. ടു റേസ് ദ മണി ബൈ ബോറോവിങ്സ്. ബോറോവിങ്സിലൂടെ മണി റേസ് ചെയ്യാനായിട്ട്, പണം റേസ് ചെയ്യാനായിട്ട്, ബോറോ ചെയ്തുകൊണ്ട് പണം റേസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനുകൾ ഇഷ്യൂ ചെയ്യുന്ന, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എന്താണ് കാലതാമസമുള്ള അല്ലെ കാലാവധിയുള്ള എന്താണ് ഇഷ്യൂ ചെയ്യുന്ന, ഓർഗനൈസേഷനിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 1 year ആയിരിക്കും. എന്തിനു വേണ്ടിയാണ്? ബോറോ ചെയ്യാനായിട്ട് അല്ലെ, മണി റേസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി എന്താണ്? എ ബോണ്ട് ഈസ് ജനറലി ഇൻ ദ ഫോം ഓഫ് ഡെപ്റ്റ്. ബോണ്ട് എന്ന് പറയുന്നത് ഏത് ഫോമിലുള്ളതാണ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഡെപ്റ്റ് വിച്ച് ഈസ് ഇൻവെസ്റ്റേഴ്സ് ടു പേ ടു ഇഷ്യൂർ ഫോർ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്, നമ്മൾ ഈ ബോണ്ടിന്റെ ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്സ് ബോണ്ടുകൾ പഠിക്കാറുണ്ട്. അതിൽ പ്ലെയിൻ ബോണ്ടുകളൊക്കെ ഉണ്ട്. പ്ലെയിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ സാധാ ബോണ്ട് തന്നെയാണ്. പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഉള്ള എന്താണ് സാധാ ബോണ്ട് തന്നെയാണ് നമ്മുടെ പ്ലെയിൻ ബോണ്ട് എന്ന് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സീറോ കൂപ്പൺ ബോണ്ട്സ്. സീറോ കൂപ്പൺ ബോണ്ട്സ് എല്ലാ തവണയും ക്വസ്റ്റ്യനുകൾക്കകത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണാറുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത് ദ ബോണ്ട്സ് വിച്ച് ഡു നോട്ട് ക്യാരിങ് എ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത, ഓർത്ത് വെച്ചോണം, പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ട്സിന് എന്തില്ല? പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ഇല്ല. അത്തരത്തിലുള്ള ബോണ്ടുകളെയാണ് എന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്സ് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? സ്റ്റീപ്പ് ഡിസ്കൗണ്ട്, വളരെയധികം ഡിസ്കൗണ്ടിലായിരിക്കും. അതായത് 100 രൂപ വിലയുള്ള ബോണ്ട് ആണെങ്കിൽ ഇവരത് ഇഷ്യൂ ചെയ്യുന്ന 60 രൂപയ്ക്കോ 55 രൂപയ്ക്കോ 70 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും. അതായത് നല്ല ഡിസ്കൗണ്ടിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അത് റീപേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. അതായത് മെച്യൂരിറ്റി എത്തുമ്പോൾ അത് റീപേ ചെയ്യുന്നത് ഫേസ് വാല്യൂലായിരിക്കും. അവർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും അത് തിരിച്ച് മേടിക്കുന്ന അല്ലെ തിരിച്ച് വാങ്ങിക്കുന്നത് എങ്ങനെയായിരിക്കും? അത് റീപേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മെച്യൂരിറ്റി എത്തുമ്പോൾ റീപേ ചെയ്യുന്നത് ഫേസ് വാല്യൂലായിരിക്കും. അതായത് 100 രൂപ വിലയുള്ള ബോണ്ട് അവർ 65 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് 100 രൂപയ്ക്ക് തന്നെ അവർ എന്ത് ചെയ്യും? അത് എന്താണ് റീപേഡ് ചെയ്യും. റീപേഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ഫേസ് വാല്യൂവിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. സീറോ കൂപ്പൺ ബോണ്ട്സ് ചോദിക്കുന്നതാണ്. അതിനെന്തില്ല? പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെച്ചോണം. അടുത്തതാണ് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ? ഡിബഞ്ചർ ഈസ് ദ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ദ ഓർഗനൈസേഷൻ ഹാസ് ടു ടേക്ക് ഫ്രം ദ പബ്ലിക് അറ്റ് ലാർജ്. പബ്ലിക്കിൽ നിന്ന് അല്ലെ, പബ്ലിക്കിൽ നിന്ന് ലാർജ് ആയിട്ടൊരു എന്താണ് എമൗണ്ട് റേസ് ചെയ്യുവാൻ വേണ്ടി എന്നാണ് നമ്മളുടെ ഓർഗനൈസേഷനുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് അക്നോളജ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് ആർ ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഓർത്ത് വെക്കുക, ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ഗവൺമെന്റ് ടു ഇഷ്യൂ ലോൺ. അതായത് കമ്പനികളും ഗവൺമെന്റും ഒക്കെ എന്താണ് ലോൺ ഇഷ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദ ലോൺ ഈസ് ഇഷ്യൂഡ് ബൈ ദ എന്താണ് കോർപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ റെപ്യൂട്ടേഷൻ ആൻഡ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ലോണൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ഫേമിന്റെ അല്ലെ ആ ഒരു കോർപ്പറേഷന്റെ റെപ്യൂട്ടേഷനെ അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലും ഒക്കെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്.
അടുത്തതാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ. കൃത്യമായി ഓർത്ത് വെച്ചാണ് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു ഡിബഞ്ചറിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി പീരീഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിബഞ്ചറുകളെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്ന അൺകൺവേർട്ടബിൾ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ്. ആ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ചെയ്തിരിക്കുന്ന പീരീഡ്, കമ്പനിയുടെ തീരുമാനപ്രകാരം ഇടയ്ക്ക് വെച്ചൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കാനൊന്നും പറ്റത്തില്ല. എത്രയാണോ ആ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് പീരീഡ്, ആ ഒരു പർട്ടിക്കുലർ പീരീഡ് എന്ത് ചെയ്യാണ്, ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഈ ഒരു ഡിബഞ്ചർ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റാം, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. ഇനി ഓൺ അതർ ഹാൻഡ്സ് എ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഈസ് ദോസ് വിച്ച് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബഞ്ചേഴ്സിന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മടക്കി വാങ്ങാനായിട്ട്, റെഡീം ചെയ്യാനായിട്ട് വരും. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനോട് ഒരു സ്പെസിഫൈഡ് സർട്ടിഫിക്കറ്റും കൂടി വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഇന്ന ഡേറ്റിൽ ഇത് എന്ത് ചെയ്യും, റെഡീം ചെയ്യും എന്നുള്ള കാര്യം. അതാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരിങ് എ സ്പെസിഫിക് ഡേറ്റ്. ഓർക്കണ്ടോ, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരി എ സ്പെസിഫിക് ഡേറ്റ് ഓഫ് റിഡംഷൻ ഓൺ ദ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കും. ആ ഒരു ഡേറ്റിൽ ഇത് എന്ത് ചെയ്യും, റെഡീം ചെയ്യുമെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിരിക്കും. അത്തരത്തിലുള്ള ഡിബഞ്ചറുകളെയാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ കമ്പനി ഈസ് ലീഗലി ബൗണ്ട് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ ദാറ്റ് ഡേറ്റ്. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരുമ്പോഴത്തേക്കിന് കമ്പനി എന്ത് ചെയ്തിരിക്കണം, ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്ത് ആ ഡിബഞ്ചർ എന്ത് ചെയ്തിരിക്കണം, വാങ്ങിച്ചിരിക്കണം. ഓർത്ത് വെക്കുക, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കും. ആ ഡേറ്റിൽ ഇത് റെഡീം ചെയ്തിരിക്കും. അപ്പോൾ കമ്പനി എന്താണ്, ലൈബിൾ ആണ്. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എത്തുമ്പോൾ ഇവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുത്ത് എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഡിബഞ്ചർ വാങ്ങാനായിട്ട്. അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സുകളെയാണ് എന്തെന്ന് പറയുന്നത്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറെഡീമബിൾ എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് ഇല്ലാത്ത, റെഡീം ചെയ്യാത്ത ഡിബഞ്ചറുകളെയാണ് എന്ന് പറയുന്നത് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഓൾസോ നോൺ ആസ് പെർപെച്വൽ ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്യാരിങ് എനി ഡേറ്റ് ഓഫ് റിഡംഷൻ. അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഓഫ് റിഡംഷൻ ഇല്ലാത്ത ഡിബഞ്ചറുകളെയാണ് എന്ന് പറയുന്നത് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എന്താണ് ഓണർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും മെജോറിറ്റി ഓഫ് ഷെയറുകൾ ഓൺ ചെയ്യുന്ന ആളുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്താണ്, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ ഇവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് നല്ല ലാഭം കിട്ടും. അല്ലാതെ എന്താണ് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ഉള്ളെങ്കിൽ അതെന്താണ് ആദ്യം എന്താണ് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. അവർ ശരിക്കും ഓണേഴ്സ് ആണ്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിബഞ്ചേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ പേ ഓഫ് ചെയ്ത് ബാക്കി മിച്ചം ഉണ്ടെങ്കിലാണ് ആർക്ക് കിട്ടുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അപ്പം നല്ല ബാക്കിയുള്ളവർക്കെല്ലാം ഒരു പ്രപ്പോർഷനിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുള്ളതെല്ലാം ആർക്കുള്ളതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉള്ള ഫേം ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭം ഉണ്ടായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയർസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ദ ജനറൽ പബ്ലിക്. ഇത് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്, ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ടു റിഗാർഡ് ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഡിവിഡൻഡ് കിട്ടാനോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു മുടക്കിയ ക്യാപിറ്റൽ തുക ആദ്യം തന്നെ തിരിച്ചു കിട്ടാനോ ഉള്ള പ്രിഫറൻസ് ഒന്നും ഇല്ലാത്ത, അത്തരത്തിലുള്ള പ്രിഫറൻസ് ഒന്നും ഇല്ല ഇവർക്ക്. ആദ്യം ഡിവിഡൻഡ് കിട്ടാനോ ആദ്യം റീപേ ചെയ്യാനോ അവർ കൊടുത്ത എമൗണ്ട് ആദ്യം തിരിച്ചു കിട്ടാനോ അങ്ങനെയുള്ള റൈറ്റ് ഒന്നും ഇല്ലാത്ത, പ്രിഫറൻസ് ഇല്ലാത്ത ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എൻറ്റൈറ്റിൽഡ് ടു എ റെസിഡ്യൂവൽ ഇൻകം ഓഫ് ഒരു കമ്പനിയിൽ നിന്ന് റെസിഡ്യൂവൽ ആയിട്ടുള്ള അവർക്ക് എന്നാണ് ഇപ്പോൾ നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് കറക്റ്റായിട്ട് ഡിവിഡൻഡ് കിട്ടാനുള്ള ഇന്ന റേറ്റിലുള്ള ഡിവിഡൻഡ് കിട്ടുക. അങ്ങനെയുള്ള റൈറ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ സമയിക്കുന്ന സമയത്താണ് എങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു എന്താണ് നമ്മളുടെ ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു റീപേ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്താണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രിഫറൻസ് ഷെയർസ് ആർ ദ ഷെയർസ്
വിച്ച് ആർ പ്രിഫേർഡ് ഓവർ എ കോമൺ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ പേയ്മെന്റ് ഓഫ് ദി സർപ്ലസ് ആൻഡ് ഡിവിഡൻഡ് എന്നാണ്. സർപ്ലസ് കിട്ടാനും ഡിവിഡൻഡ് കിട്ടാനും ഒക്കെ എന്താണ് റൈറ്റ്സ് ഉള്ള ആളുകളാണ്, പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഫസ്റ്റ് ടു ഗെറ്റ് ദ ഡിവിഡൻഡ് ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ഡിസൈഡഡ് ടു പേ ഡിവിഡൻഡ്. കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം കിട്ടാനുള്ള റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ ഓണേഴ്സ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ഗെറ്റ് എ ഫിക്സഡ് ഡിവിഡൻഡ്. ഇവർക്ക് എന്താണ് പ്രിഫറൻസ് ഷെയർ ഓൺ ചെയ്യുന്ന ആളുകൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് എന്തുണ്ട്, അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഹൗവർ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്, ലിക്വിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് ദ കമ്പനീസ് ആർ പെയ്ഡ് ആഫ്റ്റർ ദ ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനും ബോണ്ട് ഹോൾഡേഴ്സിനും കൊടുത്തു കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി കിട്ടാനുള്ള റൈറ്റ്. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ ആദ്യം മുടക്കിയ ആ ഒരു തുക അല്ലേ, അവർക്ക് അവരുടെ ആ ക്യാപിറ്റൽ തുക എന്ത് ചെയ്യും, റീപേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ റീപേ ചെയ്യുന്ന സമയത്ത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് എന്താണ് അവരുടെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താണ് ആർക്കൊക്കെ കൊടുത്തതിന് ശേഷം ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കിട്ടാനുള്ള റൈറ്റ് ഉള്ള ആളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഈ ഒരു പോർഷൻ. അപ്പോൾ ഓർത്ത് വെച്ചോണം. ഹൗവർ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ, ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് ദ കമ്പനീസ് ദേ ആർ പെയ്ഡ് ആഫ്റ്റർ ദ ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ബട്ട് ബിഫോർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ ആയിട്ട്, അതായത് ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ ആയിട്ട് കിട്ടാനായിട്ട് ആ ഒരു റീപേയ്മെന്റ് എമൗണ്ട് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉള്ള ആളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി 2018 2019 എന്ത് കൊടുത്തില്ല, ഡിവിഡൻഡ് കൊടുത്തില്ല. ഡിവിഡൻഡ് കൊടുക്കാതെ കിടക്കും. ഇതെന്താണ് അരിയർ ആയിട്ട് കിടക്കും. 2020 ആയപ്പോഴത്തേക്കിന് എന്ത് വന്നു, അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റഡ് ആയി ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അരിയർ ആയിട്ട് കിടക്കുന്ന 2018 19 ഡിവിഡൻഡ് ആർക്ക് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവുള്ളൂ. അത്തരത്തിലുള്ള പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ പ്രിഫറൻസ് ഷെയർസ് ഈസ് സെഡ് ടു ബി ക്യുമുലേറ്റീവ് വെൻ ദ അരിയേഴ്സ് ഓഫ് ദി ഡിവിഡൻഡ്, ഡിവിഡൻഡിന്റെ അകത്ത് കൊടുക്കാതെ അരിയർ ആയിട്ട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ ആർ ക്യുമുലേറ്റഡ് സച്ച് അരിയേഴ്സ് ആർ പെയ്ഡ് ബിഫോർ പേയിങ് ദ ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആ ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന അരിയേഴ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അടുത്താണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, കമ്പനിക്ക് ഡിവിഡൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതിനുശേഷം മിച്ചം വീണ്ടും എന്താണ് പ്രോഫിറ്റ് ഇരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മിച്ചമുള്ള പ്രോഫിറ്റിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ എൻറ്റൈറ്റിൽഡ് ടു ആൻ അഡീഷണൽ പ്രിഫറൻസ് ഡിവിഡൻഡ് അറ്റ് ദ ഫിക്സഡ് റേറ്റ്. ഒരു ഫിക്സഡ് റേറ്റിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്താണ് ലീസിംഗ്. ലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരാൾ ഓൺ ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അയാളിൽ നിന്ന് എന്ത് ചെയ്യാണ് പീരിയോഡിക്കലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു കാർ അത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ് പീരിയോഡിക്കലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണർഷിപ്പ് എൻ്റെ കയ്യിലാണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്ന മറ്റൊരാളായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൽ 2 ആൾക്കാരാണ് ഇൻക്ലൂഡഡ് ആകുന്നത്, ലെസറും ലെസിയും. ഓർത്ത് വെക്കുക, ദ ലീസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റൈറ്റ്സ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ട്, അതാണ് പറഞ്ഞത് ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ്സ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ ദ പേയ്മെന്റ് ഓഫ് പീരിയോഡിക്കൽ എമൗണ്ട്. ദീസ് ആർ ദ 2 പ്രിൻസിപ്പൽ പാർട്ടീസ്. 2 ആളുകളാണുള്ളത്, ലെസി ആൻഡ് ലെസർ. ലെസിയും ലെസറും 2 പാർട്ടീസാണ് ഇതിലുള്ളത്, ഈ ഒരു ലീസ് ട്രാൻസാക്ഷനകത്തുള്ളത്. അത് നോക്കിയാൽ ആരാണ് ലെസർ? ലെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഓണർ. ആ ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ആരുടെ പേരിലാണോ, ആരാണോ അതിൻ്റെ ഓണർ, അയാളെയാണ് എന്ന് പറയുന്നത് ലെസർ എന്ന് പറയുന്നത്. ഹൂ ഈസ് ദ ആക്ച്വൽ ഓണർ
ഓഫ് ദി എക്യുപ്മെന്റ് എന്നാണ് പെർമിറ്റിംഗ് ടു യൂസ് ദ അനദർ പാർട്ടീസ് ഓൺ ദ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക്കൽ, ഒരു പീരിയോഡിക്കൽ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് തൻ്റെ എന്താണ് പ്രോപ്പർട്ടി അല്ലെ തൻ്റെ എക്യുപ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്ന് പറയുന്നത്, ആ ഒരു എക്യുപ്മെന്റിന്റെ ഓണർ. ഇനി ലെസി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഈസ് അക്വയർ ദ റൈറ്റ്സ് ടു യൂസ് ദ എക്യുപ്മെന്റ്, ആ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ആ ഒരു റൈറ്റ് കിട്ടുന്നയാൾ, ആ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നയാളെയാണ് ആരെന്ന് പറയുന്നത്, ലെസി എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അടുത്തതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ള ലീസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനം, 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ എന്ത് ചെയ്തു, 1 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ഒരു സാധനം ഞാൻ എന്ത് ചെയ്തു, ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു. എന്നിട്ട് അത് ഉപയോഗിക്കാനായിട്ട് വേറൊരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ലീസിലാണ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അത് ഉപയോഗിച്ചിട്ട് പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് എനിക്ക് തന്നേക്കുന്നത് 30,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഉണ്ടായ ആ ഒരു ഫുൾ കോസ്റ്റ് ഉണ്ടല്ലോ, ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, 1 ലക്ഷം അല്ലെ 10 ലക്ഷം, ആ 10 ലക്ഷം രൂപ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, റീപേ ചെയ്ത് കിട്ടുന്നുണ്ടോ, അല്ലെ ആ ഒരു ഫുൾ കോസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിന്യൂ ചെയ്ത് കിട്ടത്തില്ല. ഏത് പീരീഡിൽ? ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് പീരീഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഓപ്പറേറ്റിംഗ് ലീസ് പീരീഡിന്റെ അതിന്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത് പറഞ്ഞു നോക്കിയേ, ഇൻ ദിസ് ടൈപ്സ് ഓഫ് ലീസ് ട്രാൻസാക്ഷൻ ദ പ്രൈമറി ലീസ് പീരീഡ് ഈസ് ഷോർട്ട് ആൻഡ് ദ ലെസർ വുഡ് നോട്ട് ബി ഏബിൾ ടു റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്സ് ആൻഡ് അതർ ഇൻസിഡന്റൽ ചാർജസ്. അല്ലെ, എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസിന്റെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആ ഒരു എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് എത്രത്തോളം അല്ലെ അതിൻ്റെ ഒരു ഫുൾ കോസ്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു ലീസ് പീരീഡിനുള്ളിൽ റിയലൈസ് ചെയ്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ ലെസർക്ക് ലെസിയുടെ കയ്യിൽ നിന്ന് ഈ ഓപ്പറേറ്റിംഗ് ലീസിന്റെ പീരീഡിനുള്ളിൽ അതിൻ്റെ ഒരു ഫുൾ കോസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രധാനമായിട്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്, ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസിൽ കൊടുക്കുന്നത്. കമ്പ്യൂട്ടർ ആൻഡ് അതർ ഓഫീസ് എക്യുപ്മെന്റ്സ് ആർ ദ വെരി കോമൺ അസറ്റ്സ് വിച്ച് ആർ സബ്ജക്ട്സ് ടു ദ മാറ്റർ ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റ്. ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് വരുന്ന ഏതാണ്, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ലീസിന് കൊടുക്കുന്നത്. അതായത് എൻ്റെ ഒരു എക്യുപ്മെന്റ്സ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും. അതായത് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു എക്യുപ്മെന്റ് ഞാൻ ഒരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടി ഈ 10 ലക്ഷം രൂപയും അതിൽ കൂടുതൽ എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിന് അത്രത്തോളം ലീസ് പീരീഡിലേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലീസ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മുഴുവൻ അത് ആരുടെ കയ്യിലായിരിക്കും, ഈ ഒരു ലെസിയുടെ കയ്യിലായിരിക്കും. അതായത് ഓണർഷിപ്പ് മാത്രം എൻ്റെ കയ്യിലാണ്, പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടമോ ആ എക്യുപ്മെന്റിൽ ഉണ്ടാകുന്ന ലാഭമോ എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ആരായിരിക്കും, ഈ ഒരു ലെസി ആയിരിക്കും. ലെസി ഒരു പീരിയോഡിക്കൽ എമൗണ്ട് മാത്രം ആർക്ക് തന്നുകൊണ്ടിരിക്കും, ലെസർക്ക് തന്നുകൊണ്ടിരിക്കും. ലീഗൽ ടൈറ്റിലും ആരുടെ കയ്യിലായിരിക്കും, ലെസറുടെ കയ്യിലായിരിക്കും. ബാക്കി ആ എക്യുപ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലായിരിക്കും, ലെസിയുടെ കയ്യിലായിരിക്കും. ലെസി ആയിരിക്കും ആ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓർത്ത് വെക്കുക, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ ആസ് അഗൈൻസ്റ്റ് ദ ടെമ്പററി നേച്ചർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റ് ദ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ഈസ് എ ലോങ് ടേം അറേഞ്ച്മെന്റ്. ലോങ് ടേമിലേക്കുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി ലീസ്ഡ് അസറ്റ്. ലീസ്ഡ് അസറ്റിന്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫും ഇത് എവിടെ തന്നെ ആയിരിക്കും, ലെസിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും അല്ലെ. ആ ലീസ് പീരീഡിൽ തന്നെ ആ ലീസ് പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ലോങ് പീരീഡിലേക്കായിരിക്കും. ആ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് ആ ഒരു ലീസ് പീരീഡിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകും. ദ ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഓൾമോസ്റ്റ് ഓൾ ദ റിസ്ക്. ഈ ഫിനാൻഷ്യൽ ലീസിന്റെ കേസിൽ എല്ലാ റിസ്കുകളും എല്ലാ ഓണർഷിപ്പും എല്ലാ ബെനിഫിറ്റ്സും എല്ലാം എന്തിൽ ചെയ്യും, ഈ ഒരു ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സെപ്റ്റ്, ഓർത്ത് വെച്ചാണ് കേട്ടോ, എക്സെപ്റ്റ് ലീഗൽ ടൈറ്റിൽ. അതിൻ്റെ ആ നിയമപരമായിട്ടുള്ള പേര് മാത്രം ആരുടെ അടുത്തായിരിക്കും, ലെസറിൻ്റെ അടുത്തായിരിക്കും. ബാക്കിയുള്ള ഓണർഷിപ്പ് വഴിയുള്ള ബെനിഫിറ്റും അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കും അതിൻ്റെ റിട്ടേൺസും അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാ കാര്യങ്ങളും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലീഗൽ ടൈറ്റിൽ മാത്രം ആരുടെ കയ്യിലായിരിക്കും, ലെസറുടെ കയ്യിലായിരിക്കും. അത്തരത്തിലുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അടുത്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിങ്. സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിങ് വളരെ ഈസിയാണ്. അതായത് എൻ്റെ ഒരു എക്യുപ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്യുകയാണ്, എനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള പണം ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു എക്യുപ്മെൻറ്റ് ഞാൻ മറ്റൊരാൾക്ക് വിറ്റിട്ട് എന്ത് ചെയ്യും, ആ ഒരു പണം കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അതേ എക്യുപ്മെൻറ്റ് മറ്റേ ആളുടെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ ലീസിലെടുക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു വീട്, എനിക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്ന് ഞാൻ ആ വീട് എന്ത് ചെയ്തു, മറ്റൊരാൾക്ക് വിറ്റതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചു. അപ്പോൾ ലീഗൽ ടൈറ്റിൽ അയാളുടെ കയ്യിലേക്കായി. എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് അതേ എക്യുപ്മെൻറ്റ് ഫിനാൻഷ്യൽ ലീസിന് ഞാൻ എന്ത് ചെയ്യുകയാണ്, എടുക്കുകയാണ്.
അതിൻ്റെ പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് അറേഞ്ച്മെന്റ് ആൻ അസറ്റ് വിച്ച് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ലെസി. അത് ആദ്യം തന്നെ ആരുടെ കയ്യിലാണ്? ലെസിയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ഫസ്റ്റ് അയാൾ എന്ത് ചെയ്യും? ലെസർക്ക് സെയിൽ ചെയ്യും. സെയിൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? സെയിം അസറ്റ്, അതേ സെയിം അസറ്റ് തന്നെ അക്വയർ ചെയ്യും. ഫിനാൻഷ്യൽ ലീസിൽ അതേ സെയിം അസറ്റ് തന്നെ എന്ത് ചെയ്യും? അക്വയർ ചെയ്യും. എന്നിട്ട് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ആർക്ക് കൊടുക്കും? ലെസർക്ക് കൊടുക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അപ്പോൾ എയുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി എ എന്ത് ചെയ്യാണ്? ബിക്ക് വിറ്റു. ബിക്ക് വിറ്റതിന് ശേഷം അതേ എക്യുപ്മെന്റ് തന്നെ എ എന്ത് ചെയ്യാണ്? ലീസിന് എടുക്കുകയാണ്. ലീസിന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? എ അത് യൂസ് ചെയ്യാണ്. ഫിനാൻഷ്യൽ ലീസിലാണ് എടുക്കുന്നത്. അതൊരു എക്കണോമിക് ലൈഫ് ഫുൾ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, എയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പക്ഷേ എ എന്ത് കൊടുക്കണം? ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ബിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ലിവറേജ്ഡ് ലീസ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലീസിൻ്റെ അകത്തെല്ലാം 2 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ലിവറേജ്ഡ് ലീസിൽ മാത്രം 3 ആൾക്കാരുണ്ട്. ലെസറും ലെസിയും മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി ബോറോ ചെയ്തിട്ടായിരിക്കും ലെസർ എക്യുപ്മെന്റ് വാങ്ങുന്നത്. ലെസർ എക്യുപ്മെന്റ് വാങ്ങി അപ്പോൾ ലീഗൽ ടൈറ്റിൽ ലെസറുടെ കയ്യിലായല്ലോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ബാങ്കിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു 10,000 രൂപ 10,000 രൂപ 10K എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു എക്യുപ്മെന്റ് വാങ്ങി. എക്യുപ്മെന്റ് ലെസർ വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ലെസിക്ക് അത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ലെസിയുടെ കയ്യിൽ നിന്ന് എന്താണ്? പീരിയോഡിക്കൽ പേയ്മെന്റ് ആയിട്ട് 5,000 രൂപ മാസം വാങ്ങും. ഈ ലെസർക്ക് എന്ത് ചെയ്യും? ബോറോ ചെയ്തുകൊണ്ട് തിരിച്ച് ബാങ്കിന് അടക്കണ്ടേ? ബാങ്കിന് ഒരു 2,000 രൂപ അടയ്ക്കും. എന്നിട്ട് 3,000 രൂപ ആര്? ലെസർ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ലിവറേജ് ലീസ് എന്ന് പറയുന്നത്. എ ലിവറേജ്ഡ് ലീസ് ഈസ് ആൻ എഗ്രിമെന്റ് വേർ ദ ലെസർ ഫിനാൻസ് the lease by taking the loan from lender. ലെൻഡറുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെസർ ഈ ഒരു ലീസ് എഗ്രിമെന്റ് നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ദ പാർട്ടീസ് ലീസ് ദ അസറ്റ്സ് പേ ദ ലെസർ മന്ത്ലി. അപ്പോൾ ലെസർക്ക് എന്ത് ചെയ്യണം? മന്ത്ലി ലെസി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പീരിയോഡിക്കൽ പേയ്മെന്റ് ഉണ്ട്. ആ പീരിയോഡിക്കൽ പേയ്മെന്റിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ളത് അടയ്ക്കും. അതാണ് എന്ന് പറയുന്നത് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. വായിച്ച് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് കൺസേൺഡ് വിത്ത് superior objective of the profit maximization in financial management. The wealth maximization is concerned with the എന്താണ്? superior അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനെക്കാളും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? റീസൺ നോക്കിയാൽ വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസിങ് ഓൺ മാക്സിമൈസിങ് ദ EPS ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. ശരിയല്ലേ? അപ്പോൾ അസേർഷനും ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. R is the correct explanation of A അല്ലേ? അസേർഷനും റീസണും കറക്റ്റ് ആയിരുന്നു അല്ലേ? അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഫിനാൻസിംഗ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം. ഫിനാൻസിംഗ് ഡിസിഷൻ്റെ അകത്ത് എന്ത് തീരുമാനിക്കുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം തീരുമാനിക്കുന്നുണ്ട്. വിച്ച് അഫക്ട്സ് ദ റിസ്ക് റേറ്റ് റിട്ടേൺ ട്രേഡ് ഓഫ്. അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ പ്രപ്പോർഷൻ ഓഫ് ഏർണിംഗ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈസ് റീറ്റൈൻഡ് ഇൻ ദി ഫേം. എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റൈൻ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള തീരുമാനം എടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. രണ്ടും ശരിയാണോ? ഏതാ ഓപ്ഷൻ വരുന്നത്? ഏതാ? എ ബോത്ത് ആർ കറക്റ്റ്. ബി എന്ന സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഏതാ ആൻസർ ആയിട്ട് വരുന്നേ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എ അല്ലേ? 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ് അല്ലേ? ദ ഫിനാൻസിംഗ് ഡിസിഷൻ ഈസ് മാനേജിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ് ടു ബാലൻസ് ദ റിസ്ക് റിട്ടേൺസ് വൈൽ ദ ഡിവിഡൻഡ് ഡിസിഷൻ അഡ്രസ്സസ് ദ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. അടുത്ത നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? സീറോ കൂപ്പൺ ബോൺസ് ആർ ഇഷ്യൂഡ് അറ്റ് സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ. ശരിയല്ലേ? ചീപ്പ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും റെഡീം ചെയ്യുന്ന ഫേസ് വാല്യൂലാണ്. ശരിയായിട്ടുള്ളതാണ്. പ്ലെയിൻ വാനില ബോൺസ്, പ്ലെയിൻ സാധാ ബോൺസ് ആവേ ഫിക്സഡ് കൂപ്പൺസ് ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും മെച്യൂരിറ്റി ഡേറ്റും ഒക്കെ ഉണ്ട്. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അടുത്ത് നോക്കുക. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർ. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അത് എപ്പോൾ വേണേലും കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആ ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 1 2 ശരിയാണ്, 3 തെറ്റാണ് അല്ലേ? 3 തെറ്റാണ്. 4 നോക്കിയാൽ ഇത് പെർപ്പച്വൽ ബോൺസ് ഹാവ് നോ മെച്യൂരിറ്റി ഡേറ്റ്. പെർപ്പച്വൽ ബോൺസിന് എന്തില്ല? മെച്യൂരിറ്റി ഡേറ്റ് ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? 1 2 4. 1 2 4 ഉള്ളത് ഏതാണ് വരുന്നത്? 1 2 4 ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ട്രാൻസ്ഫർ ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഓണർഷിപ്പ് ടു ദ ലീസ് എക്സെപ്റ്റ് ഫോർ ദ ലീഗൽ ടൈറ്റിൽ. ലീഗൽ ടൈറ്റിൽ ഒഴികെയുള്ള എല്ലാ റിസ്ക്കും റിട്ടേൺസും റിവാർഡ്സും എല്ലാം എന്താണ് ഫിനാൻഷ്യൽ ലീസിൻ്റെ അകത്ത് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് അസേർഷൻ പറഞ്ഞേക്കുന്നത്. റീസൺ നോക്കിയേ. ഇൻ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ദ ലീസ് ടേംസ് കവേഴ്സ് ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. അതെന്താണ് റീസൺ ആയിട്ട് പറയുന്നത്? ആ ഒരു ലീസ് ടേമിൽ ആ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ള് ആ ഒരു അസറ്റ് ലെസിയുടെ കയ്യിലാണ് എന്നുള്ള. അസേർഷനും റീസണും കറക്റ്റ് അല്ലേ? അസേർഷൻ റീസണെ സാധൂകരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ കൃത്യമായി പഠിക്കുകയും കൃത്യമായി അതിൻ്റെ എന്ത് ചെയ്യുക, MCQs വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് കാണുക. ഏതെങ്കിലും പോർഷൻസ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റുകളിലൂടെ അറിയിക്കുക. വേറെ ഏതെങ്കിലും പോർഷൻസ് ഇതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ പഠിക്കുക. വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും മാസ്റ്റർ കീയിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ എല്ലാവരും ഇവിടെയുണ്ട്. ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള A to Z കാര്യങ്ങൾ ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം, നമുക്ക് നേടിയെടുക്കാം. KFC അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം നമുക്കുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.